ഹരീഷ് ഇരിക്കുകയാണ് വിവരങ്ങളുമായി. ഹരീഷ്, ഇന്നിപ്പോൾ തൃശ്ശൂരിൽ റെഡ് അലേർട്ടാണ്, എന്താണ് സ്ഥിതി? സ്വപ്ന, തീർച്ചയായും ഇപ്പോൾ കനത്ത മഴ തന്നെയാണ് തൃശ്ശൂരിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. കഴിഞ്ഞ ദിവസം രാത്രി മഴയ്ക്ക് ചെറിയ ശമനമുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് പുലർച്ചെ മുതൽ വീണ്ടും മഴ ആരംഭിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട ഒരു സാഹചര്യം, അത്രത്തോളം വലിയ രീതിയിലുള്ള മഴ കഴിഞ്ഞ ദിവസം പെയ്തു എന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് ഇന്നും ഇപ്പോൾ തൃശ്ശൂരിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ചെറിയ നാശനഷ്ടങ്ങളെല്ലാം ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ട്. തൃശ്ശൂർ റൗണ്ടിൽ വലിയ ഒരു മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം, ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് കോളേജ് റോഡിൽ അത്തരത്തിൽ മരം കടപുഴകി വീഴുന്നു. അതുപോലെ പെട്ടി ഓട്ടോറിക്ഷകൾക്ക് മുകളിലായാണ് ഈ ഒരു മരം വീണത്. അത്തരത്തിൽ ഓട്ടോറിക്ഷകൾ, രണ്ട് ഓട്ടോറിക്ഷയിൽ ഒന്ന് പൂർണ്ണമായും തകരുന്ന സാഹചര്യം, മറ്റത് ഭാഗികമായും തകരുന്നു. ആളപായങ്ങളൊന്നുമില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചെറിയ അനർത്ഥങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. അല്പസമയം മുൻപ് ഇപ്പോൾ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്, വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മഴ ഈ ഒരു സാഹചര്യത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ നിലവിലുള്ള മഴ എന്ന് പറഞ്ഞ് ഇതുവരെ പ്രതീക്ഷിക്കാത്തത്തോളം മഴ ഇപ്പോൾ തന്നെ പെയ്യുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ച് ജാഗ്രത പുലർത്തുന്നു, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം ഇനി വരും ദിവസങ്ങളിൽ അതിനു വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ ജില്ലയിൽ ഉണ്ട് എന്നുള്ളതാണ്. ദുരന്ത നിവാരണ സേന അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഈ ഇത്തരത്തിലുള്ള കോൾ സെന്ററുകൾ അടക്കം തുറക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് പറഞ്ഞത്. കളക്ടറുമായി ഒരു യോഗം ചേർന്നിരുന്നു മന്ത്രി. അതിനുശേഷമാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ മഴ ഇവിടെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. തൃശ്ശൂരിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നു. രാവിലെ മുതൽ ഇതുവരെ ഇടതടവില്ലാതെ തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ചെറിയ നേരത്തെ പറഞ്ഞ പോലെ സൂചിപ്പിച്ച പോലെ ചെറിയ അപകടങ്ങളെല്ലാം അങ്ങിങ്ങായി സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആളപായമോ അത്തരത്തിലുള്ള വലിയ അപകടങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. നിലവിൽ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. സ്വപ്ന, ഹരീഷാണ് വിവരങ്ങളുമായി ചേർന്നത്. തൃശ്ശൂരിൽ ഇന്നിപ്പോൾ റെഡ് അലേർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്.